ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകാരുടെ വിളനിലമാണ് കേരളം. പ്രബുദ്ധ മലയാളി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും പലപ്പോഴും ഇത്തരം ചതിക്കുഴികൾ ചെന്ന് പെടുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. നിരന്തരമായിട്ട് പല രീതിയിലുള്ള അവബോധങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ഇത്തരം തട്ടിപ്പുകൾ പോയി പെടരുത്, അല്ലെങ്കിൽ തട്ടിപ്പുകാർ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിരന്തരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും തട്ടിപ്പുകൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ നിരന്തരമായിട്ട് മലയാളികളെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് കോഴിക്കോട് പൊറ്റമൽ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് വന്ന ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെസ്സേജ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മെസ്സേജിൽ തൊടുകയും അതിന് താഴെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ചെറിയൊരു ഫയൽ ഉണ്ടായിരുന്നു. അതിൽ ക്ലിക്ക് ചെയ്തതിനൊപ്പം തന്നെ ഈ ആപ്ലിക്കേഷൻ മൊബൈലിലേക്ക് ഇൻസ്റ്റാളായി. അതിന് പിന്നാലെ ഒരു OTP അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് വന്നു. അതും തുറന്നു നോക്കി. നിമിഷങ്ങൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് 49,250 രൂപ സ്വാഹ. എന്തായാലും തട്ടിപ്പുകൾക്ക് ഒരു കുറവില്ല. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓൾ ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള ഒരു അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. വേറൊന്നും വേണ്ട, നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് എന്താ? ഇപ്പോൾ പണ്ട് കൊറോണയുടെ മെസ്സേജ് പറയുന്ന പോലെ ഇന്നിപ്പോൾ സ്ഥിരം നമുക്ക് അരോചകമാണ്. വക്കീലൊന്നും ഇല്ല, അങ്ങനെ OTP ഷെയർ ചെയ്തതൊക്കെ അവർ എല്ലാ ദിവസവും ഇതിനകത്തിരുന്ന് ആദ്യം ഹലോ ടൂൺ പോലെ ഇട്ട് തരുന്നൊരു സാധനമാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ ഇത് ലേറ്റസ്റ്റ് ആണ്. പരിവാഹന്റെ പേരിൽ വന്ന് ഏറ്റവും അതൊരു പക്ഷേ അയാളുടെ ഒരു അറിവില്ലായ്മയെ ചൂഷണം ചെയ്തിട്ടുണ്ടാവാം. എങ്കിലും നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് നോക്കണം. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇവന്മാരെ തെറി വിളിക്കൂ, എന്തൊരു നാശമാണ്, ഒരു കോൾ ചെയ്യാൻ പറ്റില്ല. സത്യം. പക്ഷെ ഇങ്ങനെ 100 വട്ടം പറഞ്ഞിട്ടും ഇങ്ങനെ മലയാളികൾ അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്യുമെന്ന് ഈ ഉണ്ടാക്കി വിട്ടവൻ അറിയാം. അതുകൊണ്ടാണ് അവർ ഈ പരിപാടി ആക്കി തന്നിരിക്കുന്നത്. എന്നിട്ട് പോലും അബദ്ധം പറ്റുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് ഓൺ ദ സ്പോട്ട് എല്ലാം സെക്കൻഡ് ബൈ സെക്കൻഡ് ആണ്. അത് ആ പുള്ളിക്കാരൻ കൃത്യമായി സ്മിതേഷോ വിശദീകരിക്കുന്നുണ്ട്. ആ കോഴിക്കോടുകാരൻ ആദ്യം ഒന്ന് കാണുന്നു, അടുത്ത സെക്കൻഡിൽ ആപ്പ് വരുന്നു, അതും പുള്ളി ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം OTP വരുന്നതേ ലോക ഡേഞ്ചറാണ്. അതുകൊണ്ട് ശരിക്കും ഈ ശാരിക പറഞ്ഞ പോലെ തന്നെ ഇതിലപ്പുറമുള്ള അവബോധം എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മുടെ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ തന്നെ ഡിഫോൾട്ടായിട്ട് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ആക്കി മാറ്റിയിരിക്കുക ഒരാളെ വിളിക്കുമ്പോൾ. അത് നമ്മൾ മനസ്സിലാക്കാനാ ഓരോ ദിവസവും നമ്മൾ ബോധവാന്മാരായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഓൺലൈൻ ആവട്ടെ, മുഖ്യധാര മാധ്യമങ്ങളാവട്ടെ, സാറ്റലൈറ്റ് ചാനലുകളാവട്ടെ ഒക്കെ ആർട്ടിക്കിളിൽ കൂടെയും ന്യൂസ് ആർട്ടിക്കിളിൽ കൂടെ ഒക്കെ ഇതിങ്ങനെ നിരന്തരമായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തട്ടിപ്പ് വാർത്തകളും തട്ടിപ്പിൽ എങ്ങനെ പെടാതിരിക്കണം, തട്ടിപ്പ് സംഭവിച്ചാൽ എടുക്കുന്ന പ്രിക്കോഷൻ എന്തൊക്കെയാണ്, ഇതിനപ്പുറമൊക്കെ എങ്ങനെയാണ് നമ്മൾ മലയാളികളെ സ്വയം ബോധവാന്മാരാക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലായ്പ്പോഴും ആൾക്കാർക്ക് പണം പോകുന്നു എന്ന് കേട്ടാൽ പിന്നെ ഒരു ടെൻഷനാണ്, ഒരു ബോധമില്ലായ്മയാണ്. നമുക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ പോലും നമ്മുടെ മൊബൈലിലേക്ക് ഇത്രയും രൂപ പോയി, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തട്ടിപ്പുണ്ടാകും, നിങ്ങളുടെ OTP ഷെയർ ചെയ്യരുത്, അല്ലെങ്കിൽ ഈ OTP പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞ് വിവിധ ആൾക്കാർ നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സെൻസൊക്കെ അങ്ങ് അടിച്ചു പോവുക. നമുക്ക് ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ പോലും പെട്ടെന്നൊരു വെപ്രാളം കയറിയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങ് ചെയ്യുക. എന്നിട്ട് ഈ പണം പോയതിന് ശേഷം ചിന്തിക്കും, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, എനിക്കിത് അറിയാമായിരുന്നല്ലോ. ആൾക്കാർ നമുക്ക് ഈ സെൻസ് നമുക്ക് അറിയേണ്ട അറിവ് നമ്മൾ പ്രയോഗിക്കേണ്ടത് അത്തരം ഘട്ടങ്ങളിലാണ്, നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് അത്തരം ഘട്ടങ്ങളില്ല. ഇത്തരം ആപൽ ഘട്ടങ്ങളിൽ നമ്മൾ തട്ടിപ്പുകാരാണോ ഇല്ലയോ എന്ന് സ്വയം തിരിച്ചറിയാനുള്ള ഒരു വിവേചന ബുദ്ധി നമ്മൾ കാണിക്കേണ്ടടുത്ത് നമ്മൾ തട്ടിപ്പിലേക്ക് വീണ്ടും വീഴുക. ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ ബാങ്കിലെ പെട്ടെന്ന് ആധാർ നമ്പർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്തില്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഫ്രീസായി പോകും, അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഒരു OTP വരും, OTP പറഞ്ഞു തരണം. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എവിടെയാണ് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു പരിവാഹന്റെ നമ്മുടെ കൊല്ലമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രമായിട്ടോ നമ്മൾ ഏത് ജില്ലകളിൽ നിൽക്കുന്നുവോ അതുമായിട്ട് MVD ആയിട്ട് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുന്ന കാലമാണ്. അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇത് സാറേ നിങ്ങളാണോ അയച്ചത് എന്ന് സംശയം ഉണ്ടെങ്കിൽ അവരെ എടുത്ത് ഫോൺ വിളിച്ച് കറക്കിയാൽ അതിന് നിജസ്ഥിതി അറിയാൻ പറ്റും. അതിന് മുമ്പേ തട്ടിപ്പിലൊക്കെ വീണ് കയ്യിൽ അക്കൗണ്ടിലെ ക്യാഷും ഒക്കെ പോയതിന് ശേഷം പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അതും ശാരീരിക പലപ്പോഴും ഇങ്ങനത്തുള്ള ആൾക്കാരെ ട്രേസ് ചെയ്യാനായിട്ട് നമ്മുടെ പോലീസിനും സൈബർ വിഭാഗത്തിനും പോലും പരിമിതിയുണ്ട്. നമ്മുടെ വളർച്ചയുടെ ഇല്ലായ്മയല്ല, തട്ടിപ്പുകാർ അതിലും വലിയ ഫ്രോഡ് പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ഇതിന്റെ ഒരു ഉറവിടം എന്ന് പറയുന്നത് IP അഡ്രസ്സ് തിരക്കി പോകുമ്പോൾ മിക്കപ്പോഴും കംബോഡിയ, നൈജീരിയ, ആഫ്രിക്കൻ കൺട്രീസ് പോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇതിന്റെ IP അഡ്രസ്സ് പോകുന്നത്. കാരണം ഇങ്ങനെ തട്ടിപ്പിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ മലയാളികളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവരെ ഈ ജോബ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവിടെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പണി ഇതൊക്കെ തന്നെയാണ്. പൈസയൊക്കെ കിട്ടും, പക്ഷേ ഈ പറയുന്ന പോലെ ആൾക്കാരെ പറ്റിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു കുറ്റബോധം അടിക്കുമല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് തട്ടിപ്പിൻ്റെ ഒരു ഉറവിടമാണ് കംബോഡിയ പോലുള്ള രാഷ്ട്രങ്ങളിൽ, കംബോഡിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതെന്നാണ് ഈ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഉറവിടം കണ്ടെത്തിയപ്പോൾ സൈബർ പോലീസിന് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവിടെ ചെല്ലുന്നതിനും ഇതൊക്കെ ഈ പോയ പൈസ തിരിച്ചെടുപ്പിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. ഇപ്പോൾ ചില്ലറ പൈസയൊന്നും അല്ല കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം പോയത്. ഏതാണ്ട് 250-300 കോടിക്കടുത്ത് എമൗണ്ടാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ മാത്രം മലയാളികൾ കളഞ്ഞൊന്ന് ആലോചിക്കുക. അതിൽ എനിക്ക് തോന്നുന്നു എൻ്റെ സ്വന്തം ജില്ലയിൽ നിന്ന് 80 കോടി 88 കോടി 100 കോടി പോയിട്ടുണ്ട്.
പോയിട്ടുണ്ട്. അത് പോയത് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരൊക്കെ കേട്ടോ, ചെറിയ ചില്ലറ പുള്ളികളൊന്നും അല്ല. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, പ്രശസ്തരായിട്ടുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റുകളുടെയൊക്കെ അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരം പൈസകളൊക്കെ പോയിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ഇടയ്ക്കല്ലേ മറ്റേ വെർച്വൽ അറസ്റ്റ്, അതൊരു സമയത്ത് വലിയ രീതിയിലുള്ള വലിയ രീതിയിൽ കോളൊക്കെ സൃഷ്ടിച്ചിരുന്നു. വെർച്വൽ അറസ്റ്റ് നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള ചില യുവ തലമുറയിലെ പയ്യന്മാര് ഈ വെർച്വൽ അറസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി അവരെ അങ്ങോട്ട് മോക്ക് ചെയ്തുകൊണ്ട് അത് അങ്ങനെ ആ ഒരു ട്രെൻഡ് അങ്ങ് അവസാനിച്ചു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പരിവാഹൻ സ്വാഭാവികമായിട്ടും ശരിയാണ്, നമ്മളെല്ലാവരും വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പരിവാഹനിൽ നിന്നൊരു മെസ്സേജ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നോക്കും എന്താണ് സംഭവം. ഇനി ഈ ക്യാമറയും മറ്റു കാര്യങ്ങളെല്ലാം ഈ ഓൺലൈൻ ആക്കിയത് കൊണ്ട് തന്നെ ഇനി പിഴ അടയ്ക്കാൻ വേണ്ടിയിട്ടാണോ അതോ നമ്മുടെ പോലെ എക്സ്പയർ ഇൻഷുറൻസോ അല്ലെങ്കിൽ ഈ നമ്മുടെ പുക സർട്ടിഫിക്കറ്റോ ഒക്കെ എക്സ്പയർ ആയൊക്കെ ഈ വഹാൻ എന്ന് വെച്ചിട്ടാണല്ലോ, ഷോട്ട് വെച്ചിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെ ഒരു പക്ഷേ പുള്ളി നോക്കിയതായിരിക്കും. എന്തായാലും അത് ജനങ്ങൾ ജാഗരൂകരായിരിക്കുക, വേറൊന്നും അല്ല. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഇങ്ങനെയുള്ള ആപ്പുകളാണ്. ഇനി ഒരുപക്ഷെ ബാങ്കിന്റെ പേരിൽ ഇനി പുതിയതൊക്കെ ഇറങ്ങിയേക്കാം, അമ്പലത്തിന്റെ പേരിൽ വന്നേക്കാം, പള്ളികളുടെ പേരിൽ വന്നേക്കാം, ഒരുപക്ഷെ സ്വന്തം അച്ഛന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ മെസ്സേജുകൾ വന്നേക്കാം. അതായത് നമ്മൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പരിഭ്രാന്തി ഉണ്ടാകാനുള്ള ഒരു കാരണം നമ്മുടെ ഡേറ്റകൾ ഏതെങ്കിലും ഒന്നെങ്കിൽ നമ്മുടെ ആധാർ നമ്പരോ നമ്മുടെ മൊബൈൽ നമ്പരോ നമ്മുടെ വണ്ടിയുടെ നമ്പരോ കൊടുത്തിട്ടായിരിക്കും ഇവർ ഈ മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് വിടുന്നത്. അപ്പം അത് കണ്ടാണ് നമുക്ക് വിശ്വാസമാകുന്നത് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഇവിടുന്ന് കിട്ടി, ഈ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം നമുക്ക് ഈ ചെല്ലാനോ അല്ലെങ്കിൽ വ്യാജ മെസ്സേജോ ഒക്കെ അയച്ചത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കില്ല. അത് തട്ടിപ്പുകാരാണെന്നുള്ള ചിന്ത ഉണ്ടാകുന്ന പ്രധാന കാരണം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡേറ്റകൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ മെസ്സേജിലൊക്കെ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് ഡേറ്റ എന്താ പറയുക കച്ചവടം ഒരു വലിയ കച്ചവടമാണ്. ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ പോലും നമ്മുടെ ആധാറിന്റെയോ ബാങ്ക് പാസ്ബുക്കിന്റെ ഒക്കെ കോപ്പിയുടെ ഒന്നിലധികം ഫോട്ടോ കോപ്പിയൊക്കെ ഇവർ എടുത്തു വെക്കുമെന്ന് പറയുന്നത്. ഇത് 50 പൈസയ്ക്ക് 1 രൂപയ്ക്ക് 5 രൂപയ്ക്കൊക്കെ മേടിക്കാനായിട്ട് പിന്നെ ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്ഭുതപ്പെടാറുള്ളത്. നമുക്ക് നിരന്തരമായിട്ട് വരുന്ന ലോൺ ആപ്ലിക്കേഷന്റെ കോളുകൾ, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോ ചാരിറ്റി ട്രസ്റ്റിന്റെ ഒക്കെ പേരിൽ വിളിക്കുന്ന കോളുകളൊക്കെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടാണോ? നമ്മുടെ നമ്പറുകൾ ലീക്കാവാനുള്ള വലിയ സോഴ്സുകളുള്ളൊരു ഒരു സംവിധാനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വിളിക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടുന്ന അധികാരികളൊക്കെ വ്യാജനാണോ അല്ലയോ എന്നൊക്കെ അറിയാനായിട്ടും അവരുടെ യഥാർത്ഥ നമ്പറുകളൊക്കെ എടുത്ത് പരിശോധിക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങളും ഒരുപാട് ഡേറ്റകളും നമുക്കും അവൈലബിൾ ആണ്. അങ്ങനത്തുള്ള ക്രോസ് ചെക്ക് ചെയ്യേണ്ട സമയത്ത് നമ്മൾ പെട്ടെന്നൊരു ടെൻഷനായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ OTP കാര്യങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലെ ക്യാഷ് പോയതിന് ശേഷം പോലീസിനോട് ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിമിതികളുണ്ട്. ഇപ്പോൾ ബാങ്കിൽ പോയ ക്യാഷ് ആണെങ്കിൽ നമ്മളൊരു സൈബർ വിഭാഗത്തിലൊക്കെ പരാതിപ്പെടുകയാണെങ്കിൽ അവർ പിന്നെ ബാങ്കുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ബാങ്കിന്റെ അതിന് കൃത്യമായ പ്രോട്ടോകോളുകളുണ്ട്. ഇത് ഇയാൾക്ക് വന്ന സോഴ്സ് എവിടുന്നാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിന് പല രീതിയിലുള്ള ചില പ്രോട്ടോകോളുകളും പ്രോസസ്സും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തട്ടിപ്പുകൾ നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിൽ രൂപം മാറിക്കൊണ്ടും രീതികൾ മാറിക്കൊണ്ടും ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ പ്രബുദ്ധരാണ് എന്ന് സ്വയം നമുക്ക് സാക്ഷര കേരളം എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സാക്ഷരത ഈ രീതിയിലും കൂടെ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ തട്ടിപ്പുകാരുടെ വലയിലേക്ക് വീഴാൻ വേണ്ടി തട്ടിപ്പുകാർക്ക് നിരന്തരമായിട്ട് നിന്നു കൊടുക്കുന്ന മലയാളികളാണെങ്കിൽ നമ്മൾ മണ്ടരാണെന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. തീർച്ചയായിട്ടും. കാരണം ഈ പുതിയ തട്ടിപ്പുകൾ എനിക്ക് തോന്നുന്നു തട്ടിപ്പുകാർ പരീക്ഷിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ, കൊച്ചു കേരളം. 100% ലിറ്ററസി സാർ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ ഇത്ര പൊള്ളിയിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. കാരണം നമ്മളിപ്പോഴത്തെ ഒരു 2024 അല്ലെങ്കിൽ 2020 തൊട്ടുള്ള കണക്കുകൾ എടുത്ത് 25 വരെയുള്ള കണക്കുകൾ എടുത്താൽ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പ് നടന്നിരിക്കുന്ന, ഓൺലൈൻ തട്ടിപ്പുകൾ നടന്നിരുന്ന, അതിൽ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിലാണെങ്കിൽ 100% സാക്ഷരത, IT, എത്രയോ ഗ്രാമങ്ങൾ 100% IT സാക്ഷരമായ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, 100% IT-യിൽ സാക്ഷരരായിട്ടുള്ള കേരളത്തിലെ പല ജില്ലകളും പല താലൂക്കുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇത് സംഭവിക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഒരു അറിവില്ലായ്മയല്ല, ഒരു അശ്രദ്ധക്കുറവാണ്. നമ്മളെല്ലാം തികഞ്ഞവരാണ്. നമുക്ക് ഇപ്പം തന്നെ നമുക്കറിയാം ഈ പറയപ്പെടുന്ന പല വാണിങ്ങുകളും നമ്മൾ പലപ്പോഴും അത് അവഗണിച്ചിട്ടുണ്ട്. ഇതിന് മുമ്പൊക്കെ പല മെസ്സേജുകളും പണ്ടൊക്കെ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനെന്നും പറഞ്ഞിട്ട് മെസ്സേജുകൾ വരുമായിരുന്നു. അങ്ങനെ ആ ഒരു ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുക. പിന്നെ സ്ഥിരമുള്ള പരിപാടിയാണ് ഓഫറുകൾ. അതായത് നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ദീപാവലിക്ക് ഒരു iPhone സമ്മാനം, അല്ലെങ്കിൽ 100 കോടി വിജയിച്ചിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മറ്റേ മാരുതി സ്വിഫ്റ്റ് സമ്മാനം എന്നൊക്കെ പറഞ്ഞ് ലിങ്ക് വരും. അത് നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് നമുക്ക് ഷെയർ ചെയ്തിരുന്നതെന്ന് ഓർക്കുക. അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, നമ്മുടെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ക്ലിക്ക് ചെയ്യും. വെറുതെ കിട്ടുന്ന, അല്ലെങ്കിൽ ചുമ്മാ ഒരു 100 രൂപ കിട്ടും. മലയാളികൾ വീഴ്ത്താൻ പറ്റുന്ന 2 കേസ്, ഒന്നീ പറഞ്ഞല്ലോ ഓൺലൈൻ തട്ടിപ്പ്, രണ്ടാമതെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ലിങ്ക് വന്നാൽ ഇപ്പോൾ അത് കുറെ കുറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ പറഞ്ഞു ബിരിയാണി കൊടുത്താലോ, അതെ, ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു ലിങ്ക് കണ്ടാൽ അപ്പൊ കയറി ക്ലിക്ക് ചെയ്യും. അതോടുകൂടി പെർമിഷൻ ഒന്നും വേണ്ട. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെർമിഷനോ ആധാർ നമ്പറോ ഒക്കെ വേണം. ഇപ്പൊ ഒന്നും വേണ്ട, അതെല്ലാം അവരുടെ ഉണ്ട്. അങ്ങ് ക്ലിക്ക് ചെയ്യുക, നേരെ മറ്റേ കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ടങ്ങ് പൈസ കൊണ്ട് പോവുക. പിന്നെ ചിലപ്പോ ഞാനും ചെയ്യൊക്കെ പറയുന്നില്ല, അക്കൗണ്ടിൽ വല്ല ഇല്ലാത്തവർക്ക് ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. ഒരു കാര്യമുണ്ട്, അതിനകത്ത് നമുക്ക് അക്കൗണ്ടിൽ നമ്മുടെ കയ്യിൽ ലക്ഷങ്ങളൊന്നും ഇല്ലോ തട്ടിയെടുക്കാൻ. ഇങ്ങനെ പറ്റിക്കപ്പെട്ടാലും കൂടിപ്പോയ 1000, 2000, 3000 എന്ന് റിലീഫായി ഇരിക്കുന്ന ആൾക്കാരോട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇങ്ങനത്തുള്ള ലിങ്കുകൾ കൈ കിട്ടി കഴിഞ്ഞാൽ ഇത് ഈ ഫോണിലൂടെ ഹാക്കായി പോവുക. നമ്മുടെ ഫോണുകളിലെ ഡേറ്റാസ്
ഹാക്കേഴ്സ് റിമോട്ട്ലി കൺട്രോൾ ചെയ്യാനും നമ്മുടെ ആപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാനും നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള ചിത്രങ്ങളടക്കം ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് എത്തിപ്പെടാനുള്ള സ്രോതസ്സും കൂടെയാണ് ഈ ലിങ്കുകൾ. അതുകൊണ്ട് ഈ വ്യാജ ലിങ്കുകളോ OTP ഒക്കെ ഇനിയും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് മാറ്റുക, അതിനെപ്പറ്റി ബോധവാന്മാരായിരിക്കുക. കൃത്യമായിട്ട് തന്നെ ഇത്തരം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ, സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളൊക്കെ പുറത്തുവിടുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നോക്കുക. തട്ടിപ്പുകാരെ ഇനിയെങ്കിലും തിരിച്ചറിയുക. അക്ഷര കേരളം, സാക്ഷര കേരളം എന്നൊക്കെ സ്വയം പറഞ്ഞ് അഹങ്കരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ സാക്ഷരരായിട്ടിരിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം അറിവുണ്ടാക്കുക. അതിനൊപ്പം തന്നെ അറിവ് പ്രാവർത്തികമാക്കി പ്രയോഗിക്കുക എന്നുള്ളതാണ് തട്ടിപ്പുകാരുടെ വിളനിലമാക്കി വീണ്ടും വീണ്ടും കേരളത്തെ മാറ്റാനായിട്ട് നമ്മൾ മലയാളികൾ ഇനിയും നിന്നു കൊടുക്കരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.